മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ കാലഘട്ടത്തിൽ പുതിയൊരു കാലഘട്ടത്തിലേക്ക്, നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തിരുസഭ ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുക. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണത്തെ വിവരിക്കുന്ന ഈ വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 13-ാം വചനത്തിൽ ഒരൊറ്റ വാക്യത്തിൽ അവിടെ വിവരിക്കുന്നുണ്ട്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുമായി ഈ വചനഭാഗം വിവരിച്ചിരിക്കുന്നു. സഹോദരരെ, ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണത്തെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു ദിവസം പിശാച് ഈശോയുടെ മുന്നിൽ വന്ന് കൊടുത്ത 3 പരീക്ഷണങ്ങളാണ് ആയിട്ടാണ് എങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ 40 ദിനരാത്രങ്ങൾ ഈശോ മരുഭൂമിയിൽ ഉപവസിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഈശോയ്ക്കുണ്ടായ പരീക്ഷണമായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ അതും തെറ്റാണ്. മറിച്ച് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്ന ഈശോയ്ക്ക് തൻ്റെ ജീവിത കാലഘട്ടം മുഴുവനായിട്ട് 33 വർഷ കാലഘട്ടം ഉണ്ടായിരുന്ന മുഴുവൻ പ്രലോഭനങ്ങളെയും ആകെ തുകയാണ് ഈ 3 പ്രലോഭനങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്ത് ഉണ്ടാകാവുന്ന മുഴുവൻ പ്രലോഭനങ്ങളുടെയും ആകെ തുകയാണ് ഈ 3 പ്രലോഭനങ്ങൾ. ഈശോയ്ക്കുണ്ടായ ഈ 3 പ്രലോഭനങ്ങൾ. സഹോദരൻ, ഇത് തന്നെയാണ് ആദിമ മാതാപിതാക്കൾക്കുണ്ടായ പ്രലോഭനം. ഇത് തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായ പ്രലോഭനം. ഇത് തന്നെയാണ് തിരുസഭയുടെ പ്രലോഭനം. ഇത് തന്നെയാണ് ഇന്ന് നാം ഓരോരുത്തരും നേരിടുന്ന പ്രലോഭനങ്ങൾ. ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരാം. അത് എന്നോടാരും കല്ലുകളെ അപ്പമാക്കാനായിട്ട് പറയുന്നില്ലല്ലോ, അപ്പോഴെങ്ങനെയാ ഇത് എന്റെ പ്രലോഭനമാകുന്നത്? അതുകൊണ്ട് കല്ലുകളെ അപ്പമാക്കാനായിട്ട് ഈശോയ്ക്കുണ്ടായ ആ പ്രലോഭനത്തെ നമുക്ക് ഇങ്ങനെ വിവരിക്കാം. അതിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കുന്നു, അപ്പത്തിന്റെ പ്രലോഭനം. സഹോദരരെ, അതിനെ വീണ്ടും വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം ഇന്ദ്രിയ സുഖത്തിന്റെ പ്രലോഭനമെന്ന്. ആദ്യ മാതാപിതാക്കളുടെ പ്രലോഭനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവർ പെട്ടെന്ന് പറിച്ചു കഴിച്ചില്ല. അത് കണ്ണിന് കൗതുകകരവും ആസ്വാദ്യകരവുമാണ് എന്ന് കാണുകയാൽ അവരത് പറിച്ചു കഴിച്ചു എന്ന് പറയുക. അതായത് ഇന്ദ്രിയ സുഖങ്ങളാണ് പാപത്തിലേക്ക് നയിക്കുന്നത് എന്ന് സാരം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അരുതാത്തത് കാണാൻ, അരുതാത്തത് കേൾക്കാൻ, അരുതാത്തത് സംസാരിക്കാൻ, രുചിക്കാൻ, സ്പർശിക്കാൻ, ഇങ്ങനെയെല്ലാമാണ് പ്രലോഭനത്തിന്റെ തലത്തിൽ വരിക. വളരെ പ്രത്യേകിച്ച് ഇന്ദ്രിയ സുഖത്തിന്റെ തലത്തിലൂടെ അല്ലാതെ ഒരു പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. വളരെ ജാഗ്രത ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ കാര്യത്തിൽ നാം വരുത്തണമെന്ന് ഈ നോമ്പുകാലം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് എല്ലാ മേഖലകളിലും ആയിക്കോട്ടെ, അരുതാത്തത് കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും പറയാനുമായിട്ട് നമ്മുടെ പ്രവണതകളെ നിയന്ത്രിക്കാൻ ഈ നോമ്പുകാലം ആവശ്യപ്പെടുന്നു എന്നത് തിരിച്ചറിയുക. രണ്ടാമത്തെ പ്രലോഭനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഈശോയെ ദേവാലയ അഗ്രത്ത് കയറ്റി നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറയുകയാ. കയ്യടി നേടാൻ, പ്രശസ്തി നേടാനുള്ള പ്രലോഭനം. അതുകൊണ്ട് അതിന് പ്രശസ്തിയുടെ പ്രലോഭനം എന്ന് പേര് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുദിനം സംഭവിക്കുന്ന പ്രലോഭനത്തിന്റെ തലങ്ങളാണ്. പ്രശസ്തി നേടാൻ, അഹങ്കാരത്തിന്റെ മേഖലയോടെ വ്യാപരിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് കൗതുകകരവും ആസ്വാദികരവുമായ പഴം അവര് അപ്പൊ പറിച്ചു കഴിച്ചില്ല. പിശാച് ഒരു പ്രലോഭനം കൂടി വെച്ചുകൊടുത്തു. അതാണ്, നിങ്ങൾ ഈ പഴം കഴിക്കുമ്പോൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ഒരു പ്രലോഭനത്തിന്റെ തലമാണ്. ദൈവത്തിന്റെ ഛായ സൃഷ്ടിക്കപ്പെട്ട ആദിമ മനുഷ്യനും ആദിമ മാതാപിതാക്കന്മാര് അവര് ദൈവത്തിന്റെ രൂപത്തെ പോലെ ആകാനായിട്ട് കൂടി ശ്രമിക്കുന്ന ഒരു തലത്തിൽ കാണുക. ദുരഭിമാനത്തിന്റെ തലത്തിന്റെ അല്ലെങ്കിൽ പ്രശസ്തി നേടാനായിട്ടുള്ള തലത്തിന്റെ ഒരു പ്രലോഭനമോടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നു. അതിന്റെ നമുക്ക് വളരെ ഉണ്ടാകാവുന്ന പ്രലോഭനത്തിന്റെ തലമാണ്. മൂന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നിനക്ക് തരാം, നീ എന്ന് എന്നെ കുമ്പിട്ടാരാധിക്ക് എന്ന് പിശാച് പറഞ്ഞ് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന തലം. ആദ്യ മാതാപിതാക്കളുടെ തലത്തിലേക്കും കൂടെ നോക്കുമ്പോൾ ഈ പ്രലോഭനത്തിന് നമുക്ക് അത്യാഗ്രഹത്തിന്റെ പ്രലോഭനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യ മാതാപിതാക്കളുടെ കണ്ണിന് കൗതുകരവും ആസ്വാദികരവുമായ ആ പഴം ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞിട്ടും അവർ പറിച്ചു കഴിച്ചില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ പഴം കഴിക്കുമ്പോൾ
നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കഴിവ് കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുക. അത്യാഗ്രഹത്തിന്റെ പ്രലോഭനത്തിൽ തലപ്പെടുക നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ 3 തരത്തിലും പ്രലോഭനത്തിന്റെ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരരെ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഞാൻ ഈ 3 പ്രലോഭനങ്ങളെ ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനത്തിലേക്ക് വരികയാണ്. സഹോദരരെ, അപ്പത്തിന്റെ പ്രലോഭനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പത്തിന്റെ നാട്ടിൽ, അതായത് ബെത്ലഹേമിൽ വന്ന് ജനിച്ച തമ്പുരാൻ അപ്പമാകാനായിട്ട് വന്നവൻ, ദിവികാരുണ്യമാകാനായിട്ട് വന്നവൻ ഈശോ. അതായത് അപ്പത്തിന്റെ നാട്ടിൽ വന്ന് ജനിച്ചവനും അപ്പമാകാനായിട്ട് വന്നവനോടുമാണ് പിശാചു പറയുന്നത് അപ്പമുണ്ടാക്കി കഴിക്കാൻ. അത് വലിയ പ്രലോഭനത്തിന് തലം. രണ്ടാമത് പ്രശസ്തിയുടെ പ്രലോഭനം പിശാച് വെച്ചു കൊടുക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപമാനത്തിന്റെ മരണം, മുൾക്കിരീടമേറ്റ് മുഖത്ത് ആട്ടും തുപ്പലുമേറ്റ് പൂർണ്ണ നഗ്നനായി സകലരാലും പരിഹസിക്കപ്പെട്ട് അവസാന ജീവൻ വെടിയേണ്ടി വന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അപമാനത്തിന്റെ മരണം, കള്ളന്മാരുടെ നേതാവായി അവരുടെ മധ്യേ കിടന്ന നീതിമാനായവന്റെ മരണമായിരുന്നു അത്. അങ്ങനെ മരണമേൽക്കാൻ, അപമാനത്തിന്റെ മരണമേൽക്കാൻ വന്നവനോട് പറയുക കയ്യടി നേടാനായിട്ട്. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രലോഭനത്തെ നമ്മൾ കാണുന്നു. ഈ ലോകത്തുള്ളത് മുഴുവൻ നേടാനായിട്ട് പറയുന്ന പ്രലോഭനം. അതിന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ജനിക്കാൻ ഈശോയ്ക്ക് ഒരു ഇടമുണ്ടായിരുന്നില്ല. ഈശോ ജനിച്ചത് കാലിത്തൊഴുത്തിലാ. ജീവിക്കാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല. അവൻ ജീവിച്ചത് പരദേശിയായിട്ടാ. ഇനി ഈശോയ്ക്ക് മരിക്കാൻ ഒരു ഇടമുണ്ടായിരുന്നോ? ഇല്ല. ആകാശത്തിനും ഭൂമിക്കും മതിയെ 2 കഷണം മരത്തിലാ, കുരിശിലാണ് അവന്റെ മരണം. ഇനി അടക്കപ്പെടാൻ അവൻ എന്തെങ്കിലും വേണ്ടിയിരുന്നോ? സ്ഥലം വേണ്ടിയിരുന്നോ? ഇല്ല. അവൻ അടക്കപ്പെട്ടത് വാടകയ്ക്കെടുത്ത കല്ലറയില. സ്നേഹമുള്ളവരെ, ജീവിക്കാനും ജനിക്കാനും മരിക്കാനും അതുപോലെ അടക്കപ്പെടാൻ ഈ ഭൂമിയിൽ ഒന്നും വേണ്ടാതിരുന്നവനോട് പറയുക ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നേടാൻ. സഹോദരരെ, നമ്മളൊരു കാര്യം ഇതിന്ന് മനസ്സിലാക്കണം. ഈ പ്രലോഭനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പിശാച് ശ്രമിച്ചത് ഈശോയുടെ രക്ഷാകര ദൗത്യങ്ങളിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു. പിശാച് ശ്രമിച്ചത് ഈശോയുടെ രക്ഷാകര ദൗത്യങ്ങളിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രലോഭനങ്ങളും അവൻ വെച്ചു തരുമ്പോ അവൻ ശ്രമിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. നീ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒരു നല്ല അപ്പനായിരിക്കുവാൻ, നീ ഒരു നല്ല അമ്മയായിരിക്കുവാൻ, നീ ഒരു മകനായിരിക്കുവാൻ, മകളായിരിക്കുവാൻ, ജീവിത പങ്കാളിയായിരിക്കുവാൻ, സഹോദരനായിരിക്കുവാൻ, നല്ല അയൽക്കാരനായിരിക്കുവാനുള്ള നിന്നെക്കുറിച്ചുള്ള നിന്റെ ദൈവഹിതത്തിൽ നിന്ന് നിന്നെ മാറ്റുക എന്നുള്ളതാണ് പിശാച് നിന്റെ മുന്നിൽ വെക്കുന്ന പ്രലോഭനം. ഈ നോമ്പിന്റെ ദിവസങ്ങളില് നമ്മൾ വളരെ ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യേണ്ട വിഷയമാണിത്. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതികളിൽ നിന്ന് ഞാൻ എത്രമാത്രം അകലെയാണ്. അതിന് നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ ഈ നോമ്പുകാലം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, കൂടുതൽ പ്രാർത്ഥനയുടെ, കൂടുതൽ പരിത്യാഗത്തിന്റെ, കൂടുതൽ ദൈവവചന വിചിന്തനങ്ങളുടെ, കൂടുതൽ സ്നേഹം നിറയുന്ന ജീവിത ശൈലിയുടെ ദിനങ്ങളാക്കുവാൻ ഈ നോമ്പുകാലം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.